ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ അങ്ങ് ജീവിതത്തിൽ ആലോചിക്കുന്നുണ്ടാവും, ഇവരെല്ലാം കൂടെ ഈ വളഞ്ഞ് കെട്ടി എന്നെ മാത്രം ആക്രമിക്കുന്നില്ല. ഇപ്പോൾ കെ കരുണാകരനോ എന്നെക്കാളും കൂടുതലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കണക്ക്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മുടിഞ്ഞ് പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. ഈ വിമർശനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സമീപനം എന്താ? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് ഞാൻ കാണാറില്ല. വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ മറുപടി ശക്തമായി പറഞ്ഞെന്ന് വരും, അത് വേറൊരു ഭാഗം. അതൊക്കെ ഉണ്ട്. ആരാടാ ബൈക്കും ക്യാമറയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ആ മാധ്യമങ്ങളൊക്കെ കടക്കപ്പുറത്ത്. നമ്മുടെ AKG സെൻറ്ററിലേക്ക് ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ മുമ്പിൽ കുറച്ച് ആളുകൾ കൂടി ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. കുറേ ആൾക്കാർ കൂടി ഇരിക്കുകയാണ് അവിടെ, നിങ്ങളെ ചങ്ങാതിമാർ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അക്കൂട്ടത്തിൽ പറയുകയാണ്, എത്ര ആളുകൾ വണ്ടി മുട്ടി മരിക്കുന്നു, ഇയാൾ വണ്ടി ആക്സിഡന്റ് പോലും ഉണ്ടാകുന്നില്ലാരോ സ്വാഭാവികം എന്ന് അയാളുടെ സുഹൃത്തുക്കളോട് പറയുന്നെങ്കിലും കേൾക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. എന്റെ പൊന്നു കുഞ്ഞപ്പോ ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കാൻ വേണ്ടി തന്നെയാണോ പറയുന്നത്? നമ്മളൊരു മൂന്നാം ഊഴം ചർച്ച ചെയ്യുന്നൊരു സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിണറായി സർക്കാർ ആയിരിക്കുമോ ഇനി വരാൻ? മൂന്നാം ഊഴം വ്യക്തി എന്ന നിലക്ക് കാണേണ്ടതല്ല. നമ്മുടെ LDFന്റെ മൂന്നാം ഊഴം ഉറപ്പാണ്. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോർത്തോളം മതിയായി. വസ്തുത. പുകവലിയെ കുറിച്ചുള്ള സ്വന്തം അനുഭവവും മുഖ്യമന്ത്രി 24നോട് തുറന്നു പറഞ്ഞു. നല്ലോണം പോകുമായിരിക്കും. ചാർമിനാർ ആയിരുന്നു എന്റെ ബ്രാൻഡ്. എന്നാ നിർത്തിയത്? അത് എനിക്ക് ശരിക്കും ബോധം വന്നതിന് ശേഷം നിർത്തി. ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു. അടുക്കുമ്പോൾ ഉറക്കം കിട്ടുമോ എന്ന് SKN. മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച കാലത്തും നന്നായി ഉറങ്ങിയെന്ന് മുഖ്യമന്ത്രി. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അങ്ങേക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടുന്ന സമയമാണോ ഇതിപ്പോ? എനിക്ക് എല്ലാ ഘട്ടത്തിലും നല്ല ഉറക്കം കിട്ടാറുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ ഈ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലത്തും ഞാൻ ശാന്തമായി ഉറങ്ങുമായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ഉറക്കം പോകുന്നത് ശരിക്കും. വിളിച്ചോ വിളിച്ചോ, നിന്റെയൊക്കെ തൊണ്ട പൊട്ടുന്നല്ലാതെ ഈ ഉതുപ്പച്ചൻ രാജിവെക്കല.